ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നല്ല വരുമാനം ലഭിക്കുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്ട്രഗിളും ഉണ്ട്. ഒരു ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും നമ്മൾ തുടക്കക്കാരായാലും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇപ്പം നമുക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം സ്ട്രഗിളുണ്ട്, അത്രയധികം കോമ്പറ്റീഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻറ്റ്, ഒരു ക്രിയേറ്റിവിറ്റി, അതെല്ലാം കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ നല്ലപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു തുടക്കക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പും അത്രയും സൂക്ഷിച്ചാണ് നമ്മൾ വെക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നിരുന്നു. മെയിലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഷോർട്സ് അത് അൺലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അൺലിസ്റ്റഡായി. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുക, ഇനിയിപ്പോൾ വല്ല കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ വല്ലതും ആണോ, അങ്ങനെ നോക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്, ഞാൻ ചെയ്തിരിക്കുന്ന ഷോർട്സിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് ഓണർ വേറൊരു ക്രിയേറ്ററാണ്. ആ ക്രിയേറ്റർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓഡിയോയും പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എൻ്റെ വീഡിയോ അൺലിസ്റ്റായി, ഓട്ടോമാറ്റിക്കായിട്ട് അൺലിസ്റ്റായി. പിന്നെ യൂട്യൂബ് പറഞ്ഞിരിക്കുന്ന അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ആവുന്നു. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ സാധാരണ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഓഡിയോ പോയാലും ആ വീഡിയോ അവിടെ തന്നെ ഫീഡിൽ കാണും. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് വന്നത്. അത് കോപ്പിറൈറ്റ് പോലെ തന്നെ, കോപ്പിറൈറ്റ് ക്ലെയിംസിൽ എങ്ങനെയാണോ അത് നടക്കുന്നത്, വീഡിയോ ഡിലീറ്റ് ആക്കുന്നത്, അങ്ങനെ അവസ്ഥ വരുമല്ലോ. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്തതിന് പക്ഷേ നമുക്ക് ഈ ഓഡിയോ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഓണർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഓരോ ഷോർട്സ് ഇപ്പം ഓഡിയോ ആരുടെ ആയാലും ശരിയാണ്, നമ്മൾ ആ വീഡിയോ ചെയ്യാൻ നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നതാണല്ലോ. ഇപ്പോൾ എന്ത് തരം വീഡിയോ ആയാലും തന്നെ നമ്മളെ സമയം കളഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നത്. അങ്ങനെ ഞാൻ മുന്നും പിന്നും നോക്കാതെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. കാരണം ആ ഓഡിയോയ്ക്ക് പറ്റുന്ന വീഡിയോ ആണ് അത്, വേറെ നമുക്ക് അഡീഷണൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതാണൊരു പ്രശ്നമെന്ന് പറയുന്നത്. കാരണം നമ്മൾ യൂട്യൂബിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഓരോ സ്റ്റെപ്പും, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്ന കാര്യം അതാണ്. നമ്മുടെ സ്വന്തം കണ്ടൻറ് ഇടുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരത്തില്ല. ഞാൻ ഇന്ന് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ സ്വന്തം കണ്ടൻറ് ആണെങ്കിൽ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അത് വേറെ ആർക്കും കൊണ്ടുപോകാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ മറ്റേ ഓഡിയോ എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ യൂട്യൂബിലേക്ക് പുതുതായിട്ട് വരുന്നവരെല്ലാം ഉള്ളവരായാലും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള ഷോർട്സിൻ്റെ ഓഡിയോ ആണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷേ ഈ കുറച്ചൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല വൈറലായ ഷോർട്സൊന്നും അത്രയും ബാധിക്കത്തില്ലെന്ന് തോന്നുന്നു ഓഡിയോ. പക്ഷേ ഇതിങ്ങനെ വരുമ്പോഴേക്കും അവർ ഓണർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോവുകയാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ കൂടുതലും ചെയ്യാൻ നോക്കുക. കുറേയധികം ഫീച്ചേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ ഡബിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു പറയുന്നു. കുറേ ലാംഗ്വേജുകൾ നമ്മളെ വീഡിയോകൾ ഓട്ടോ ഡബിങ് ആയിട്ട് നമ്മളിപ്പം സബ് ടൈറ്റിൽ വരുന്ന അതേ ടൈപ്പ് ഫീച്ചേഴ്സ് തന്നെ ഓട്ടോ ഡബിങ് ആയിട്ട് മാറും. നമ്മളിപ്പം മലയാളത്തിൽ അത് ഇനേബിൾ ആയിട്ടില്ല, ബാക്കി ഹിന്ദി, ബാക്കി ഒരുവിധം നല്ല ലാംഗ്വേജിലെല്ലാം അത് വന്നിട്ടുണ്ട്. താമസിക്കാതെ മലയാളത്തിൽ വരുമെന്ന് പറയുന്നത്. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സുകളൊക്കെ എനേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂട്യൂബിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. പുതുതായിട്ട് വരുന്നവർക്കും ഇപ്പം നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.